കോട്ടയം പാലായിലെ മുത്തോലി പഞ്ചായത്തിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. പുലിയന്നൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് തുടരുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളുമായി. മിഥുൻ, എന്താണ് ഇപ്പോൾ പാലയിലെ മുത്തോലി പഞ്ചായത്തിൽ സംഭവിക്കുന്നത്? നിരവധി വീടുകൾ വെള്ളത്തിലായാലും അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? കോട്ടയം പാലായിലെ മുത്തോലി പഞ്ചായത്തിലെ പുലിയന്നൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിരവധി വീടുകളാണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് തൊട്ട് സമീപത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലായി കഴിഞ്ഞു. ചേച്ചി, ഇവിടെ എത്രത്തോളം വീടുകളാണ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത്? ഈ മൊത്തം വെള്ളം മൂടി കിടക്കുന്നത്. മൊത്തം വെള്ളമാണോ? മൊത്തം വെള്ളത്തിലാണ് കിടക്കുന്നത്. ഞാൻ സാറേ, ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് പതിച്ച് കെട്ടി തരുവാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്തൊരു വീട് വെച്ച വെള്ളം കയറാതെ ഞങ്ങൾ കഴിയും. വെള്ളം പണിത് അവർ വീട് പള്ളിക്കാർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 60 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ എനിക്ക് ഒരു മോനുള്ള സംസാരിക്കില്ലാത്ത പുള്ളിക്കാരന് ജോലി വയ്യാത്തതാണ്. ഇത് 60 വർഷമായിട്ട് ഇത് ഇത്ര സ്ഥലമുണ്ട്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു വീട് വെക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിലാകാതെ ഞങ്ങൾക്ക് കഴിയാം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വരുന്ന സർക്കാരിനോട് ഞാൻ ഒറ്റ ആവശ്യമുള്ളൂ. വീടില്ലാത്ത അനേകം മക്കളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരും വീടില്ലാത്തവർക്കും അവർക്കൊരു ഭവനം നൽകി കൊടുക്കണമെന്ന് മാത്രം. ഞാൻ ഈ സംസാരിക്കില്ലാത്ത രണ്ടുപേരെയും കൊണ്ട് എനിക്ക് ദൂരേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൂരേക്ക് എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ രോഗിയാണ്. എനിക്ക് ഇങ്ങനെ കിടന്നാലേ ഒരു വണ്ടി സൗകര്യമൊക്കെ ആയിട്ടാണ് ഞാനിവിടെ കിടക്കണത് തന്നെ. എനിക്കൊണ്ട് ഇപ്പോൾ ഒരു വീട് വെക്കാനുള്ള നിവർത്തിയില്ല എന്നെ കൊണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പതിച്ച് കിട്ടുവാണെങ്കിൽ ഞങ്ങളിവിടെ വീട് എനിക്ക് പള്ളിക്കാർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തവണയും വെള്ളം കയറാനുള്ള സ്ഥലം? അതെ, എല്ലാ തവണ വെള്ളം കയറാനുള്ള സ്ഥലമാണ് ഇത്. വോട്ടിന് വരുമ്പോൾ ആൾക്കാർ ഒത്തിരി വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഈ ഒറ്റ കാര്യം മാത്രം. അപ്പോഴും അവർ എല്ലാ യെസ് പറഞ്ഞിട്ട് അവരങ്ങ് പോവുള്ളൂ. വോട്ട് കഴിഞ്ഞ് പിന്നെ ആൾക്കാരെ കാണത്തുമില്ല. ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ വീട്ടുകാർ. കൊച്ചു മോനെ അവിടെ ക്യാമ്പിൽ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ക്യാമ്പിൽ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒത്തിരി സ്ഥലത്തും പോയി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ കടയിലാണ് കഴിയുന്നത്. എനിക്കത് കടയിൽ ഇവിടെ നാട്ടുകാർ ഇട്ട് തന്നൊരു കടയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കടയിലാണ് കഴിയുന്നത്. അതെ, നമുക്ക് ഇത് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഈ വീട് എല്ലാം പൂർണ്ണമായും മുങ്ങിക്കിടക്കുകയാണ്. ഒരു റബ്ബർ തോട്ടത്തിന് അടുത്തുള്ള ഒരു വീടാണ്. ഈ പ്രദേശത്തിന് സാധാരണ നന്നായി താഴ്ന്ന പ്രദേശമാണ്. റോഡിൽ നിന്നെല്ലാം നല്ല താഴ്ചയുള്ള, ഒരാൾ പൊക്കത്തിലെങ്കിലും താഴ്ചയുള്ള ഒരു മേഖലയാണ്. അവിടെ മുഴുവൻ ഇത്തരത്തിൽ വെള്ളം കയറി വീടുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനേക്കാൾ വലിയ പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലായിരുന്നു വീട്. പിന്നീട് ഇപ്പോൾ അതെല്ലാം ഇറങ്ങുന്നതോടുകൂടി തന്നെ വൃത്തിയാക്കി ഇറക്കുകയാണ്. എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു സഹഭാരതി അടക്കമുള്ള ഒരു പ്രവർത്തകർ നമ്മളിപ്പോൾ ചെറിയ സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. എല്ലാ വർഷവും ഇവർ ദുരിതത്തിലാണ്. എല്ലാ വർഷവും 1-2 തവണ ഇതുപോലെ തന്നെ ഇവർ ബുദ്ധിമുട്ടും. അതൊരു എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് കാണുന്നതാണ്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ ഇത് തന്നെ അവർ പറഞ്ഞാണ്, എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇത് ഇവർക്ക് പതിച്ചു കൊടുത്താൽ അവർ വീടൊക്കെ വെച്ച് സ്വസ്ഥ. ഇതൊന്നും പതിച്ചു കൊടുത്തിട്ടില്ല. അതാണ് ഇത്തരത്തിൽ പാവപ്പെട്ട ഏറ്റവും അടിസ്ഥാന ജനങ്ങൾ, അടിസ്ഥാന വിഭാഗത്തിലുള്ള ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങുന്നതോടുകൂടി തന്നെ അവരുടെ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്ത വർഷം ഇവർ ഈ ദുരിതത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വരില്ല. അവർക്ക് വലിയ രീതിയിലുള്ള ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും എല്ലാ തവണയും വെള്ളം കയറുമ്പോൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവർ ആവശ്യപ്പെടുന്നത്. പരിഹാരം മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം.